ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കില്ലിംഗ് പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കില്ലിംഗ് സ്ട്രിപ്പ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഹേർട്ട് ഷേപ്പിൽ നമുക്കത് കിട്ടും. അപ്പം നമ്മൾ ആദ്യമേ ആ പേപ്പറിനകത്ത് ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം എടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട്. അതുപോലൊരു ഹെയർ ഷേപ്പ്, കുറച്ചുകൂടെ വലുതായിട്ടൊരു ഹെയർ ഷേപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് നേരെ താഴെ ഒട്ടിക്കും. അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ വേറെ 2-3 എണ്ണം കൂടെ ഉണ്ടാക്കി അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ് ഷേപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെല്ലാം ഫില്ല് ചെയ്യണ്ടേ. അതിനായിട്ട് നമ്മൾ റെഡ് കളറിലെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഒരറ്റം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. എന്നിട്ട് ആവശ്യത്തിനുള്ള സൈസ് വെച്ചിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഗം വെച്ച് അതവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അത് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. നമുക്കിഷ്ടമുള്ളിടത്ത് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെ വേണമെന്നില്ല. എവിടെയാണോ അതിന് ഭംഗി വരുന്നത് അവിടെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല, കാരണം വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് ആവുമല്ലോ. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളിടത്തെല്ലാം ഇതുപോലെ കുറേ ഡിസൈൻസ് വെച്ച് ഫില്ല് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് വേറൊരു ഡിസൈനാണ്. അതിനായിട്ട് നമ്മൾ 3 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 3ഉം ഒരു സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3ഉം കൂടി ഒരുമിച്ച് വെച്ച് എന്നിട്ട് ആ ഒട്ടിച്ച സൈഡ് തന്നെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അടുത്ത സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഡിസൈൻ റെഡിയായി. അതിനുശേഷം വീണ്ടും നമുക്ക് അതിനൊന്ന് ഗം തേച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ കിട്ടും, ഒരു എസ് പോലെ. അപ്പോൾ അതിൻ്റെ അകം മുഴുവൻ ഫില്ലായിട്ടുണ്ട്. ഒരേ ഡിസൈൻ തന്നെ ആയതുകൊണ്ടായിട്ടോ വീഡിയോസ് കൂടുതൽ കാണിക്കാത്തത്. ഇനി നമുക്ക് താഴേക്കുള്ള സെറ്റ് ചെയ്യും. താഴേക്ക് ബ്രൗൺ കളറിലെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അളവനുസരിച്ച് ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ അകം മുഴുവനും നമ്മൾ ബ്രൗൺ കളറിലെ ലൂസ് കോയിൽ വെച്ചാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലൂസ് കോയിൽ ഉണ്ടാക്കാൻ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ഈസി അല്ലേ. നമ്മൾ ടൈറ്റ് കോയിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാർ വേണ്ടേ. സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് മഞ്ഞ കളറിലെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ടൈറ്റ് കോയിൽ ഉണ്ടാക്കിയെടുക്കാം. ടൈറ്റ് കോയിൽ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് അതിനെ ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ലൂസാക്കി കൊടുത്തിട്ട് ഗം തേച്ച് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് ആക്കി എടുക്കുക. ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ചെണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെ മുകളിലായിട്ട് അത് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അതിൻ്റെ നടുക്കായിട്ട് ഒരു ടൈറ്റ് കോയിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡി, ക്രിസ്മസ് ട്രീയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.